ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. റഫീഖ് നീ തന്നെ പറ. റഫീഖ് സലഫി അനിൽ മുഹമ്മദിന് മറുപടി കൊടുക്കുന്നത് ഞാൻ കേട്ടു. പല അബദ്ധങ്ങളും എപ്പോഴും പറയാറുള്ളത് പോലെങ്കിലും ഒരു യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അത്രയും കൃത്യവും വ്യക്തവുമായ വഹാബികൾ മൂടിവെച്ച സത്യമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് നമുക്ക് പ്രതികരിക്കാം. വീഡിയോ കേട്ടപ്പോഴാണ് മനസ്സിലായത് അണ്ണൻ ബാലൻസ് ചെയ്തതാണ്. ബാലൻസിങ് നിലപാട്. സമസ്തക്കാരെ കുറച്ച് പറഞ്ഞാൽ പിന്നെ സെൽഫികളെ കുറച്ച് പറയണം. അങ്ങനെ ബാലൻസ് ചെയ്തിങ്ങനെ പോകണം, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല റഫീഖ് സലഫി. താങ്കൾ ഒരുപാട് അബദ്ധങ്ങൾ പറയാറില്ലേ? അതുപോലെ അനിൽ മുഹമ്മദ് പറയാറുണ്ട്. താങ്കളെ പോലെ തന്നെ ചിലപ്പോഴൊക്കെ അദ്ദേഹം യാഥാർത്ഥ്യവും പറയാറുണ്ട്. താങ്കളെ പോലെ കണ്ടാൽ മതി അനിൽ മുഹമ്മദിനെയും. ഹുസൈൻ സലഫി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം സംസാരിച്ചത് തികച്ചും ആശയപരമായ ഒരു സംസാരം മാത്രമാണ്. ഹുസൈൻ സലഫി നടത്തിയിട്ടുള്ളത് ആശയപരമായ സംസാരമാണ്. തർക്കമില്ലല്ലോ റഫീഖ് സലഫി? ഉറപ്പാണ്, മാറ്റരുത്. അത് കൃത്യമായി പഠിക്കാതെ, മനസ്സിലാക്കാതെ, അത് പൂർണ്ണമായി കേൾക്കാതെ, ആരെങ്കിലും അയച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കണ്ട് കൃത്യമായി ആ വിഷയം പഠിച്ചിട്ടുണ്ട് അനിൽ മുഹമ്മദ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അനിൽ മുഹമ്മദ് വ്യക്തമായി ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും അനിൽ മുഹമ്മദ് അദ്ദേഹത്തിന്റെ വിമർശനം നമുക്ക് കേൾക്കാം. എൻ്റെ ഹുസൈൻ സലഫി പറയുമ്പോൾ ഒരു ഔചിത്യമൊക്കെ വേണ്ടേ? ഒന്നുമല്ലെങ്കിൽ അവർ ഈ 100 കൊല്ലം കൊണ്ട് 1-2 പേരിൽ ഒതുങ്ങി നിന്നില്ലേ? നിങ്ങളിപ്പോൾ എന്താ അവസ്ഥ? നിങ്ങൾ എത്ര ഉള്ളത്? നിങ്ങൾ എത്ര കഷണങ്ങളായി? എന്താണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത്? നിങ്ങളും എത്ര കഷ്ണങ്ങളായി എന്നാണ്. ഇതാണോ സത്യത്തിൽ ഇവിടെയുള്ള ചർച്ച? എന്താണ് ചർച്ച എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇയാൾ വീഡിയോ ചെയ്തത്. അത് തന്നെയാണ് ചർച്ച. അനിൽ മുഹമ്മദിന് കാര്യം മനസ്സിലായി. റഫീഖ് ബാക്കി പറഞ്ഞാല് അതാണ് പ്രശ്നമെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. വിഷയം തികച്ചും ആദർശപരമായ വിഷയമാണ്. വിഷയം എന്താണ്? ആദർശപരമാണ്. ബാക്കി പറയട്ടെ. അനിൽ മുഹമ്മദിന് കാര്യം മനസ്സിലാക്കാൻ വല്ല താല്പര്യവുമുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ അടിവരയിടേണ്ടത്. ഹുസൈൻ സലഫി തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? മനുഷ്യരുണ്ടാക്കിയ ഇതേപോലെയുള്ള സംഘടനകളിലൊക്കെ സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് എല്ലാ സംഘടനകളിലുമുണ്ട്. അതല്ല ഇവിടെയുള്ള ചർച്ച. എന്താണ് സമസ്തക്കാർ പറയുന്നത്? സമസ്തയിലെ 40 മുശാവറ അംഗങ്ങൾ അവർ സാധാരണക്കാരല്ല, എല്ലാം തികഞ്ഞ പണ്ഡിതന്മാരാണ്. അവർക്കിടയിൽ പിന്നെ സ്ഖലിതങ്ങളോ അടിപിടിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓരോ കാലഘട്ടത്തിലെയും 40 ഔലിയാക്കളാണ് സമസ്തയുടെ മുശാവറ അംഗങ്ങൾ. എന്താണ് റഫീഖ് സലഫി പറഞ്ഞത്? സമസ്ത ഔലിയാക്കൾ ഉണ്ടാക്കിയ സംഘടനയാണ്, മനുഷ്യന്മാരുണ്ടാക്കിയ സംഘടനയല്ല. അതുകൊണ്ട് തന്നെ അതിൽ പിഴവ് വരാൻ പാടില്ല. സമസ്തയിൽ ഭിന്നത ഉണ്ടാവാൻ പാടില്ല. സമസ്തയിൽ തർക്കം ഉണ്ടാവാൻ പാടില്ല. സമസ്തയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയല്ല, മനുഷ്യ നിർമ്മിത പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ വഹാബികളുടെ വിശ്വാസം എന്താണ്? റഫീഖിന്റെ ഒക്കെ വിശ്വാസം എന്താണ്? ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരല്ല, ഇലാഹുകളാണ്, കുറെ അള്ളമാരാണ് എന്നാണ് റഫീഖ് വിശ്വസിക്കുന്നത്, വഹാബികൾ വിശ്വസിക്കുന്നത്. ഈ കാലം വരെ സമസ്തയിലുള്ളവർ, സമസ്തക്കാർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞവരാണ്. സമസ്ത ഉണ്ടാക്കിയതും സമസ്തയിലുള്ള 40 മുശാവറ അംഗങ്ങളും ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇലാഹുകളാണ്, അള്ളമാരാണ് എന്നാണ് റഫീഖിന്റെ വാദം. അതിനൊരു കാരണമുണ്ട്. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നു. ആ കറാമത്ത്, മുഅ്ജിസത്ത് അവർക്ക് മരണശേഷവും ഉണ്ടാകുമെന്ന് സുന്നികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വഹാബികൾക്ക് അവർ ഇലാഹുകളായത്. കറാമത്തും മുഅ്ജിസത്തും മരണപ്പെട്ടതിന് ശേഷവും ജീവിച്ചിരിപ്പുള്ളപ്പോഴും അള്ളാഹുവിന് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതേ സ്ഥാനത്ത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാകുമ്പോ അങ്ങനെ അടിയും പിടിയും കച്ചറയൊക്കെ ഉണ്ടാകും എന്നാണ്
റഫീഖ് പറയുന്നത്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ വാദം എന്താ? ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇലാഹുകളല്ല. ബാക്കി കൂടി നമുക്ക് കേൾക്കാം. മാത്രമല്ല സമസ്ത എന്ന സംഘടനയുണ്ടാക്കുന്നത് സാധാരണ മുജാഹിദ് സംഘടന അതേപോലെ ജമാഅത്ത് സംഘടന ഒന്നും ഉണ്ടാക്കിയതല്ല, മറിച്ച് ലോകത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സമ്മതപ്രകാരം അനുവാദപ്രകാരം ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹാബികൾക്കാരാണ്, ഇലാഹാണ്, അള്ളയാണ്. ആദ്യം പറഞ്ഞത് സാധാരണ മനുഷ്യരാണ്. ഇപ്പൊ പറയുന്നത് എന്താ? മനുഷ്യനെ അല്ല, ഇലാഹാണ്, അള്ളയാണ്. ആ ഇലാഹിന്റെ സമ്മതത്തോടു കൂടിയാണ് സമസ്തയുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നാണ് റഫീഖ് പറയുന്നത്. ഇത് റഫീഖിന് വിവരമില്ലാത്തോണ്ട് പറഞ്ഞു കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ജിന്നു ദൈവങ്ങളും വിഷ്ടൻ ജിന്നൂര് പ്രസ്ഥാനമായിട്ടാണ് ബന്ധം കൂടുതലുള്ളത്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നമുക്ക് വിവരമുള്ളത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരുപാട് ആളുകളെ സ്വഹാബാക്കളാക്കിയത്. സ്വഹാബാക്കളെല്ലാം ഔലിയാക്കളാണെന്നതിന് പുറമെ അവർ സ്വഹാബികളും കൂടിയാണ്. അപ്പോൾ പവർ കൂടുതലാണ്. ആ സ്വഹാബാക്കൾക്കിടയിൽ പ്രശ്നമുണ്ടായത് കാരണത്താലാണ്, ഭിന്നിപ്പുണ്ടായത് കാരണത്താലാണ് പരിശുദ്ധമായ റമദാനിൽ 1000 മാസക്കാലം ഇബാദത്ത് ചെയ്താലുള്ള രാത്രി എന്നാണെന്ന് നമുക്കത് അറിയാതെ പോയത്. മാത്രവുമല്ല, സ്വഹാബിയാണ്, നമ്മുടെ ഉമ്മയാണ്, റസൂലുള്ളാഹിന്റെ പത്നിയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും മറ്റു സ്വഹാബാക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനേറെ പറയണം, സ്വഹാബാക്കൾ പരസ്പരം യുദ്ധങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇതൊന്നും റഫീഖിന് അറിയില്ല. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ സമ്മതത്തോടുകൂടി ഒരു സംഘടന രൂപീകരിച്ചാൽ, ഔലിയാക്കൾ ഒരു സംഘടന രൂപീകരിച്ചാൽ ആ സംഘടനയിൽ തമ്മിൽ തല്ലുണ്ടാവാൻ പാടില്ല എന്ന വിഡ്ഢിത്തം വിളമ്പിയത്. കഴിഞ്ഞിട്ടില്ല. ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഔലിയാക്കളാണ്. ഇവർ പറയുന്ന ഔലിയാക്കളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരെയുള്ള ഇവരുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു മരിച്ചുപോയ ഇവരുടെ മഹാന്മാര്, അതല്ലെങ്കിൽ ഇവരുടെ ഔലിയാക്കള്, അവരുടെ നിയന്ത്രണത്തിലാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ, സമസ്തയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഔലിയാക്കളാണ്. റഫീഖിന്റെ വിഷ്ടൻ ജിന്നൂരി പ്രസ്ഥാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ജിന്നുകളാണ്. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. സാക്ഷാൽ TP അബ്ദുൽ കോയ മദനിയ പറയുന്നത് കേട്ടോക്കി നിങ്ങള്. അല്ലാഹുവിനുള്ള കഴിവുകൾ ശൈത്താന് പിശാചിനും വകവെച്ചു കൊടുത്ത ആളുകളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിപ്പോയി. നഊദു ബില്ലാഹ്. ഇനി നിങ്ങൾ ആ വാചകമൊന്ന് കേൾക്കണം. അതിനുശേഷം ആർക്കാണ് ഈ പറയപ്പെടുന്ന വിശ്വാസമുള്ളത് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാം. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മത്സരത്തിനെ അടക്കം എന്തെല്ലാമോ ആലോചിച്ച് പരിഹരിക്കുന്നു. അല്ലാഹുവിന്റെ കഴിവ് പോലെ തന്നെ ശൈത്താന് കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുന്നു. ബഹുമാനപ്പെട്ട TP അവറുകളെ, നിങ്ങൾ പറഞ്ഞത് 100% ശരി തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ വാചകം 100% ശരി തന്നെയാണ്. മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിനുള്ള കഴിവ് പിശാചിനുമുണ്ടാകുമെന്നവർ വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടിയാ വിഷ്ടൻ ജിന്നൂർ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? ജിന്നിനോട് സഹായം ചോദിക്കാൻ. അല്ലെ പിന്നെ കേരളത്തിൽ നിന്നാ പോലെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നാളെ ഒന്ന് പറഞ്ഞാളി. എന്താ അറിയോ, വിഷ്ടങ്കാരോട് ഞാൻ ചോദിക്കാണ്, മക്കളെ, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു സാധനം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? നിങ്ങളിപ്പോ ആ സാങ്കല്പിക ജിന്നുവാദം ഉണ്ടല്ലോ, അത് നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച് ഞങ്ങളെ കൊണ്ട് കെട്ടഴിപ്പിക്കരുത്. നിങ്ങളൊരു സാങ്കല്പിക ജിന്നുവാദം കൊണ്ടുവന്നിരുന്നില്ലേ? ഇല്ലേ? ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ ശബ്ദമിട്ട് ഒച്ചിട്ടോ അത് ജിന്നാണെങ്കിൽ, അത് സഹായിക്കുമെങ്കിൽ, അത് മുസ്ലിമാണെങ്കിൽ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു സാങ്കല്പിക ഇമാജിനേഷൻ ഉണ്ടല്ലോ, ആ സാങ്കല്പിക വാദം, ആ വാദങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിട്ട് കഴിഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് തുറക്കാൻ പേടിയാണ്.
ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കരുത് നിങ്ങള്. അല്ല, ചോദിച്ചോട്ടെ, കേരളത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ദുർവ്യാഖ്യാനം നടത്തിയ ഫൈസൽ മുസ്ലിയാരുടെ അൻആം സൂറത്തിന്റെ 128 ആയത്തിന്റെ തീരുമാനായോ? അയക്കണോ? ഇത് കശപിശയായതോടെ, ഇതിൽ പിളർപ്പുണ്ടായതോടെ, ഈ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഇത്രയും കാലം സമസ്തക്കാര് പറഞ്ഞു നടന്നിരുന്ന ആശയങ്ങളാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. അതിനെയാണ് ഹുസൈൻ സലഫി ചോദ്യം ചെയ്തത്. ആശയം പൊളിഞ്ഞു വീണത് സമസ്തക്കല്ല, മറുപടി പറഞ്ഞ റഫീഖിന്റെയും വഹാബികളുടെയും ആശയമാണ് പൊളിഞ്ഞു വീണത്. അത് ഞാനിപ്പോ കേൾപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. റഫീഖിന്റെ വായയിലൂടെ നമുക്കത് കേൾക്കണം. എന്താണ് ആശയം പൊളിഞ്ഞു വീണത്? എന്താ പൊളിഞ്ഞു വീണത്? ഇവരുടെ അവകാശവാദം എന്താ? ഔലിയാക്കളെ ഇടപെടും, ഔലിയാക്കൾ നിയന്ത്രിക്കുന്നതാണ്. അപ്പോഴാണ് സലഫികൾ ചോദിക്കുന്നത്, നിങ്ങളുടെ സംഘടന ഔലിയാക്കളുടെ നിയന്ത്രണത്തിലുള്ള സംഘടനയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഔലിയാക്കൾ ഇപ്പോൾ ഇടപെടുന്നില്ല? അവര് വരുന്നില്ല, അവര് നിയന്ത്രിക്കുന്നില്ല, അവര് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നില്ല. ആശയാണ് ഇവിടെ പൊളിയുന്നത്. സമസ്തയുടെ ആശയം പൊളിഞ്ഞതിന്റെ 2 ഉദാഹരണങ്ങളാണ് റഫീഖ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഉദാഹരണം എന്താണ്? ഔലിയാക്കളാണ് സമസ്തയെ നിയന്ത്രിക്കുന്നത്. എന്നിട്ട് അവരെന്ത് ഈ പ്രശ്നം വന്നപ്പോൾ, ഈ പ്രയാസം വന്നപ്പോൾ എന്തുകൊണ്ട് അവർ നിയന്ത്രിച്ച് പരിഹരിക്കുന്നില്ല എന്നാണ് ചോദ്യം. ഇത് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ്. അള്ളാഹുവാണ് പറഞ്ഞത്, മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. മഴ നിയന്ത്രിക്കാൻ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടത് മലക്കുകളെയാണ്. അങ്ങനെ ഓരോന്നിനും അള്ളാഹു നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ വചനം തള്ളിയ റഫീഖാരാണ്? വിഷ്ടൻ ജിന്നൂരിയാണ്. ഈ വിഷ്ടൻ ജിന്നൂരി പ്രസ്ഥാനം നിയന്ത്രിക്കുന്നതാരാ? ജിന്നുകളാണ്. ടി.പി. അബ്ദുൽ മദനി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അള്ളാഹിനെ പോലെ പിശാചിനും കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് വിഷ്ടൻ ജിന്നൂരികൾ. ജിന്നുകൾ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷമായി ഫൈസൽ മൗലവിയും ഹുസൈൻ സലഫിയും റഫീഖൊക്കെ പറയുന്നത്. ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടഞ്ഞ് ജിന്നിനോട് വെളിച്ചം ചോദിച്ചാല് ശിർക്കാവുകയില്ല എന്ന ജിന്നൂരിവാദം 100 വർഷമായത്രേ. അപ്പൊ പിന്നെ 2013 ടി.പി. അബ്ദുൽ മദനിയും ഹനീഫ് കായക്കൊടിയും അനസ് മൗലവിയും മർക്കസ് ദേവക്കാരും കേരളത്തിലുള്ള ബാക്കിയുള്ളവരും ജിന്നിനെ പരിഹസിക്കുമ്പോ, ജിന്നിനെതിരെ ശബ്ദമുണ്ടാക്കിയപ്പോ, ജിന്നിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ ചവിട്ടി കേരളത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ എന്തേ ജിന്ന് നിയന്ത്രിക്കാതെ പോയി? മലക്ക് നിയന്ത്രിച്ചില്ല. നിങ്ങൾ 100 വർഷക്കാലമായി കൊണ്ടു നടക്കുന്ന ആശയത്തിനെതിരെ കേരളവും മർക്കസ് ദേവയും ഭിന്നിച്ചു പോയപ്പോ ആ പ്രശ്നം എന്തുകൊണ്ട് ജിന്നുകൾ പരിഹരിച്ചില്ല? അള്ളാഹുവിന്റെ ഖാദിറായ സിഫത്തുള്ള ജിന്നാണ്, ജിന്ന് ദൈവമാണ് എന്നല്ല നിങ്ങളെ വാദം. ഇനി രണ്ടാമത്തെ പറയട്ടെ. നിങ്ങൾ ഇവിടെ മഹാന്മാരോടും മരിച്ചുപോയവരോടുമൊക്കെ ഇസ്തിഗാസ നടത്തി സഹായം തേടുന്നു. അത് വലിയ ഫലപ്രദമായ കാര്യമാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇത്രയും കാലം നിങ്ങൾ വഴിതെറ്റിച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ സമസ്തയിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മദത് ചോദിച്ച്, സഹായം ചോദിച്ച്, ഇസ്തിഗാസ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നില്ല? റഫീഖ് മുജാഹിദ് പ്രസ്ഥാനത്തില് വിഷ്ടൻ ജിന്നൂരി ആശയം തള്ളിക്കളഞ്ഞ ഒരുപാട് ആളുകൾ, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, അതിന്റെ പേരിൽ പള്ളി പിടിച്ചടക്കലും പള്ളി കൊള്ളയടിക്കലും ഒക്കെ നടന്നപ്പോ എന്തുകൊണ്ട് അഭൗതികമെന്നോ ഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ജിന്നിനോട് എന്തു ചോദിച്ചാലും ശിർക്കല്ല എന്ന വാദമുള്ളവർ, എന്ത് ചോദിച്ചാലും സിഹ്റ് നോമന പേരിട്ടാൽ ആ സിഹ്റ് ഫലിക്കുമെന്ന് വാദമുള്ളവർ എന്തുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിച്ചില്ല? ജിന്നിനോട് തേടാൻ വേണ്ടിയിട്ടല്ലേ വിഷ്ടൻ ജിന്നൂരി പ്രസ്ഥാനം ഉണ്ടാക്കിയത്? എന്തേ തേടിയില്ല? നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത്, ആയത്തോതേണ്ടത് ഇസ്തിആനത്തുൽ ജിന്ന്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവുമില്ലാതെ മുത്ലഖൻ ജിന്നാണോ ശിർക്കാണ് അള്ളാന്റെ ഖുർആൻ ആയത്തോതണം. നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലിയോട് ഫോൺ വിളിച്ച് ചോദിക്കണം. ഇനി അധികമൊന്നും സംസാരിക്കണം. 2-3 ചോദ്യം വന്നല്ലോ. ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറുപടി അപ്പൊ പറയാം. ഇത് ആശയപരമല്ലാന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ? ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ ടിസ്റ്റ്. റഫീഖ് നീ തന്നെ പറ. എന്താണ് ചർച്ച എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇയാൾ വീഡിയോ ചെയ്തത്. സത്യത്തിൽ ഹുസൈൻ സലഫിയുടെ ആ സംസാരത്തിൽ അനിൽ മുഹമ്മദ് തന്നെ കേൾപ്പിക്കുന്നുണ്ട്. ഹുസൈൻ സലഫി തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? മനുഷ്യരുണ്ടാക്കിയ ഇതേപോലെയുള്ള സംഘടനകളിലൊക്കെ സ്വാഭാവികമാണ് പ്രശ്നങ്ങളുണ്ടാകും. അത് എല്ലാ സംഘടനകളിലുമുണ്ട്.
അതല്ല ഇവിടെയുള്ള ചർച്ച. അത് ഹുസൈൻ സലഫി തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. നിങ്ങൾ എത്ര ഗ്രൂപ്പാ? എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ സമസ്തയിലെ ഗ്രൂപ്പിസ്റ്റ് എന്ന് പറയാനാണോ നിങ്ങൾ വരുന്നത്? അതല്ല ഞങ്ങൾ പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പിസോ ഒക്കെ ഉണ്ടാവും. അത് മുജാഹിദീങ്ങളിലും ഉണ്ട്. അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും. എത്ര വ്യക്തമാണ് സുഹൃത്തുക്കളെ, ഹുസൈൻ സലഫി തന്നെ ആ കാര്യം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിലുള്ള വിരോധാഭാസം ഈ ഭാഗം അനിൽ മുഹമ്മദ് തന്നെ കേൾപ്പിക്കുന്നുമുണ്ട്. വളരെ വ്യക്തമാണ്. ഞങ്ങൾക്കൊന്നും അവ്യക്തത ഇല്ലേ ഇല്ല. ഇതിൽ നിന്ന് റഫീഖലി മാറ്റം വരുത്താതിരുന്നാ മതി, ഹുസൈൻ സലഫി മാറ്റം വരുത്താതിരുന്നാ മതി. എന്താ പറഞ്ഞത്? നമ്മൾ പണ്ട് പറഞ്ഞത് വഹാബി പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് മനുഷ്യനിർമ്മിത പ്രസ്ഥാനമാണ്. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇലാഹിയായ വാദമല്ല, ഇലാഹിയായ ആശയമല്ല വഹാബി പ്രസ്ഥാനത്തിനുള്ളത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ. ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് ഞങ്ങളെ സംഘടന, അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനിർമ്മിതമല്ല. ഇപ്പൊ പറയാണ് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായതുകൊണ്ടാണ് ഇത്രയും വഷളത്തരവും നിങ്ങൾക്ക് വന്നുപെട്ടിട്ടുള്ളത്. ഒരു വഷളത്തരം നിങ്ങളൊന്ന് കേട്ടുവെക്കുക. പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ വലാ തിയറത വലാ ഹാമത വലാ സഖറ. ലാ അദ്വ, അദ്വ എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലത്തൊരു വിചാരമുണ്ടായിരുന്നു, പിശാചുക്കൾ മനുഷ്യരിലേക്ക് രോഗം പകർത്തുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുക്കൾ മുഖേന രോഗം പകർത്തുന്ന പരിപാടിയില്ല. ആരുടെയും ശരീരത്തിൽ പിശാചു കൂടിയിട്ട് രോഗം പരത്തുന്ന പരിപാടിയില്ല. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ 940കളിൽ കോളറയും വസൂരിയും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് പറഞ്ഞത്? അത് ശൈത്താനാണ്. കലമത്തട്ടി എന്ന് പറഞ്ഞൊരു ശൈത്താൻ, വസൂരിയുടെ ശൈത്താൻ, അതേപോലെ തന്നെയുള്ള ശൈത്താന്മാര് നാടൊട്ടാകെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി അമ്പുറത്ത് കൊടിയെടുത്തുകൊണ്ട് കൂട്ടബാങ്ക് വിളിച്ചുകൊണ്ട് തെരുവീതികളിലൂടെ മുസ്ലിയാന്മാർ അനുയായികളെ കൊണ്ട് ഊരിലിപ്പിച്ചു. ആ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുക്കൾ രോഗം പരത്തുന്ന, പിശാചു മുഖേന രോഗം പരക്കുന്നതിലുള്ള ചിന്താഗതി അസ്ഥാനത്താകുന്നു, അത് അന്ധവിശ്വാസമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹുസൈൻ സലഫി എന്താ പറയുന്നത്? അൻസാർ നന്മണ്ട ഈ മാസം 13-ാം തീയതി ഖുതുബയിൽ പറഞ്ഞ അതേ കാര്യം. ജിന്ന് രോഗം പരത്തുകയില്ല, ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പോലും. കയറുമെന്ന് പറഞ്ഞാൽ, പിശാചുക്കൾ രോഗം പരത്തുമെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. ഇപ്പൊ ഹുസൈൻ സലഫിയുടെ വാദം എന്താ? പിശാചുക്കൾ രോഗം പരത്തും, ജിന്നുബാധയുണ്ട്, സിഹ്റുബാധയുണ്ട്, പിശാചുബാധയുണ്ട്, അതിന് ജിന്നൂരി ചികിത്സ നടത്തണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ രണ്ട് വാദത്തിൽ ഏതോ ഒരു വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ച നുണ പറഞ്ഞതല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? വഹാബി പ്രസ്ഥാനം മനുഷ്യനിർമ്മിത പ്രസ്ഥാനമാണ്. കേന്ദ്രം തൗഹീദ്, വിഷ്ടം തൗഹീദ്, മർക്കസ് ദഅവത്ത് തൗഹീദ്, ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ തൗഹീദാണെന്നാണ് റഫീഖും പറയുന്നത്, ഹുസൈൻ സലഫിയും പറയുന്നത്. അതുകൊണ്ടാണ് വഹാബികൾക്ക് ക്രിസ്ത്യാനികളെ പോലെ പഴയ തൗഹീദ് ഉണ്ടായതും പുതിയ തൗഹീദ് ഉണ്ടായതും. ആ പഴയ തൗഹീദ് അനുസരിച്ചാണ് അൻസാർ നന്മണ്ട ഖുതുബയിൽ പറഞ്ഞത്. ആ പഴയ തൗഹീദ് ബാത്തിലായിപ്പോയി എന്നറിയിച്ചപ്പോൾ അദ്ദേഹം പുതിയ തൗഹീദിലേക്ക് വരികയും ചെയ്തു. ക്രിസ്ത്യാനികളെ പോലെ പഴയ നിയമം പുതിയ നിയമം, ഒരു വ്യത്യാസമില്ല. പിന്നെ ആകെയുള്ള സമാധാനം നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ടാവും. ഹുസൈൻ സലഫി പിശാചിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ വർത്താനം വിശ്വസിച്ച് മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ എന്താ? അതോർത്ത് നിങ്ങൾ ബേജാറാവേണ്ട, കേട്ടോളി. ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ, ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി, നിങ്ങൾ ഈ ഉലമാ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ അതിന് ഗുണമിടുക, നിങ്ങൾ അതിനെ പിന്തുടരുക, അനുസരിക്കുക. പുതിയ തൗഹീദ് വരുന്നതിന് മുമ്പേ മരിച്ചുപോയവരുടെ പാപഭാരങ്ങളൊക്കെ
ഇവർ ഏറ്റെടുത്തോളും. പുതിയ തൗഹീദ് വന്നതിന് ശേഷം പഴയ തൗഹീദിൽ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ രണ്ട് തൗഹീദും അംഗീകരിക്കാതെ വേറൊരു തൗഹീദ് ഉണ്ടാക്കുകയോ ചെയ്താലോ, അതിലായി അവർ മരണപ്പെടുകയും ചെയ്താൽ അവർ നരകത്തിലാണ്. അവരുടെ പാപഭാരമൊന്നും ഞങ്ങൾ ഏറ്റെടുക്കൂല. അതിന് മുമ്പ് മരിച്ചവരാണെങ്കിൽ കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുത്തോളും. അതാണ് ഒരു സമാധാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.